പൈതൃക രാജ്യത്ത് പോലും റാലി നടത്താനാകാതെ ബ്രിട്ടനിലെ ക്രൈസ്തവർ ബ്രിട്ടനിൽ വോക്ക് വിത്ത് ജീസസ് എന്നറിയപ്പെടുന്ന ക്രൈസ്തവ റാലി നിരോധിച്ച് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നറിയപ്പെടുന്ന ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് 2026 ജനുവരി 31-നാണ് യുകെയിലെ ഇൻഡിപെൻഡൻസ് പാർട്ടി വോക്ക് വിത്ത് ജീസസ് റാലി നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. പൊതുജന സുരക്ഷയെ പ്രതിയാണ് വൈറ്റ് ചാപ്പൽ ടവർ ഹാംലെറ്റ്സ് പരിസരത്ത് റാലി നടത്തുന്നത് നിരോധിച്ചത്. യുകെയിലെ മെട്രോപൊളിറ്റൻ പോലീസാണ് 2026 ജനുവരി 31 നടത്താനിരുന്ന വോക്ക് വിത്ത് ജീസസ് എന്നറിയപ്പെടുന്ന റാലി നിരോധിച്ചത്. യുകെയിലെ ഇൻഡിപെൻഡന്റ് പാർട്ടിയാണ് റാലി നടത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് റാലി നിരോധിച്ചത് എന്നാണ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ജെയിംസ് ഹെർമർ പറഞ്ഞത്. അതേസമയം മെട്രോപോളിസിന്റെ ഈ നടപടി തികച്ചും അനീതിപരമാണെന്നും അസംബ്ലി അവകാശങ്ങളുടെ ലംഘനമാണെന്നുമാണ് പൊതുവെയുള്ള ആളുകളുടെ പ്രതികരണം. യുകെയിലെ വൈറ്റ് ചാപ്പൽ ടവറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാലി നിരോധിക്കുവാൻ കാരണം രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം താമസക്കാരുള്ള പ്രദേശമാണ് വൈറ്റ് ചാപ്പൽ ടവർ ഹാംലെറ്റ്. ഒരുപക്ഷേ ഈ പ്രദേശത്ത് കൂടി റാലി നടക്കുമ്പോൾ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിരോധനമെന്ന് അധികാരികൾ പറയുന്നു. 2025 ഒക്ടോബറിൽ യുകെ ഇൻഡിപെൻഡന്റ് പാർട്ടി നടത്തിയ റാലിയിൽ അള്ളാഹു അക്ബർ എന്നും സയനിസ്റ്റുകൾ തങ്ങളുടെ തെരുവിൽ നിന്ന് ദൂരെ പോകൂ എന്നുള്ള മുദ്രാവാക്യങ്ങൾ റാലിയുടെ മുദ്രാവാക്യങ്ങൾക്കെതിരെ ഇസ്ലാം അനുഭാവികൾ വിളിച്ചിരുന്നു. അന്ന് നൈഗൽ ഫരാഗ് ഇവരുടെ അതിക്രമത്തെ വിദേശ സൈന്യത്തിന്റെ കടന്നുകയറ്റം എന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ഇത് പൊതു ആരാധന നടത്തുന്നതിന് ക്രൈസ്തവർക്ക് മാത്രമെതിരായ വിവേചനമാണെന്നും മറ്റ് മതവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിരോധനം ഇല്ല എന്നും ഇതൊരു ടു ടയർ പോലീസിംഗ് ആണെന്നും യാഥാസ്ഥിതികരുൾപ്പെടെയുള്ള പല രാഷ്ട്രീയ അധികാരികളും ഈ നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിയമപരമായി തന്നെ മെട്രോപോളിസിനെ പ്രസ്തുത നടപടിയെ എതിർക്കുവാൻ തന്നെയാണ് നിക് ടെൻകോണി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം റാലി കടന്നു പോകുന്ന തെരുവുകളും പ്രദേശങ്ങളും വഴിതിരിച്ചുവിടുവാനുള്ള പുതിയ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.